നീ ഇങ്ങനെ കുങ്കുമവും വായിച്ച് റേഡിയം കേട്ടോണ്ടിരുന്നോ? എംപ്ലോയ്മെന്റിലേക്ക് ഇനി എത്തി നോക്കണ്ട. സഹകരണ ബാങ്കിലെ കണക്കപ്പിള്ളിയുടെ ഒരു ഒഴിവുണ്ടെന്ന് ഗോപാലൻ സഖാവ് പറയണ കേട്ടു. നീ ഒന്ന് അപേക്ഷിച്ചേക്ക്. നമ്മൾ എത്ര അപേക്ഷകൾ അയച്ചതാ അമ്മ. പൈസ കൊടുക്കാതെ ജോലി കിട്ടണമെങ്കിലേ ആരുടെങ്കിലും ശുപാർശ കത്ത് വേണം. നമുക്ക് വേണ്ടി പറയാൻ ആരുള്ളത് അമ്മ? ആരത്? സുധാകരൻ സാറോ? സാറ് വരൂ, അകത്തേക്ക് ഇരിക്കാം. കുഴപ്പമില്ല. സാറെന്താ ഈ വഴിക്ക്? കരയോഗത്തിലെ ചിട്ടി പൈസയുടെ കാര്യത്തിനാണെങ്കി ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടില്ല. ഒരു 3 മാസത്തിനുള്ളിൽ പൈസ മുഴുവനും തന്നു തീർത്തോളാം. ചേച്ചി, ഞാനിപ്പോ വന്നത് കരയോഗം പ്രസിഡന്റായിട്ടല്ല. ചേച്ചിയുടെ അടുത്ത് വേറൊരു കാര്യം പറയാനാ വന്നത്. ചേച്ചിയുടെ മോള് BSc മാത്സ് പഠിച്ചോണ്ടിരിക്കുക അല്ലേ? ആ, എന്തേ? പഠിപ്പൊക്കെ കഴിഞ്ഞ് കൊറേയായി. എന്റെ ട്യൂട്ടോറിലേക്ക് ഒരു കണക്ക് ടീച്ചറെ വേണം. പറ്റുന്ന ഒരാളെ കിട്ടുന്നില്ലെന്നേ. തപ്പി നടന്നിട്ട് കുറച്ച് നാളായി. മാസം 100 വെച്ച് കൊടുക്കാം. ചേച്ചിക്ക് വിരോധം ഇല്ലെങ്കിൽ ചേച്ചിയുടെ മോളെ ഒന്ന് കോളേജിലേക്ക് അയക്കാമോ? ഐ എം ഷുവർ ഷീ വിൽ ബി ഗുഡ്. മോളെ ശകുന്തളെ, സുധാകരൻ സാറിനൊരു ചായ എടുക്ക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. നീ ഇവിടെ കുങ്കുമം വായിച്ച് കണ്ണീരൊലിപ്പിച്ചോണ്ടിരുന്നോ? എടി, ദയവായിട്ട് കൊണ്ടുവന്ന അവസരം ഇത്. ഇതെങ്കിലും നീ തട്ടിക്കളയാണ്ടിരുന്നാ മതി. നാരായണ, ചെല്ലപ്പണ ചായ കൊടുത്തേ. ആ, എടുത്തെടുത്ത് കൊടുത്തു. ആ, ഇന്നാ ചെല്ലപ്പന്റെ ചായ. നാരായണ, ഒരു കാൽ ചായ. ആ, വേറെ 5 ദോശ, ഒരു വട, പിന്നെ കുറച്ച് ചമ്മന്തിയും പൊഞ്ഞെടുത്തോ. ആ, എന്നാ. ആ, സാറോ? 2 ദോശ, ഒരു ചായ. ആ, സാറേ ഇരിക്കും. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇയാൾ ഇതിനകത്ത് കയറ്റരുന്ന്? ആ, പറമേ. ഭക്ഷണം എടുക്കാമാ, നേരം വൈകി. മോളെ, ശരി, ഞാൻ പോവാട്ടാ. നാരായണേട്ടാ, പറ്റി കുറിച്ചോട്ടോ. ഓ, മാഷേ. ആ, കോളേജ് കാണാം. ഓ, ആ ടീച്ചറെ വരുന്നോ? ഇല്ല, സാറ് വയ്ക്കോ, ഞാൻ ബസ്സിന് വന്നോളാം. ഓ, ശരി. അല്ല സാറേ, ചിലപ്പോ ലേറ്റ് ആവും, ഞാനും കൂടി വന്നേക്കാം. കേറ്. ആയോ? ആയി. ടീച്ചർ കലക്ക ലുക്കാണല്ലോ. സാറിനോട് സെറ്റായല്ലേ? തല്ലിപ്പൊളി. പഠിക്കാൻ വന്ന പഠിച്ചിട്ട് പോക്കോണോ അല്ലേ? വേലിക്ക് പുറത്താ കേട്ടണം. ഒന്ന് പോ സാറേ. ആ, ഇത് നമ്മുടെ സാവിത്രിയുടെ മോളല്ലേ പോണേ? Come, sir, come. I'll wrestle with you the strength of love. Look, here I have you. That I let you go and give you to the gods. Explain the situation. Could you പറയൂ? സാർ, അല്ല, കണക്കിന്റെ ശകുന്തള ടീച്ചറല്ലേ? സുധാരമാഷയുടെ ഓഫീസിലുണ്ട്. വരി. കണക്ക് ടീച്ചറാണ് പുതിയ. ഓ,
ആ ഇതവിടെ ടീച്ചറുടെ ഒച്ച ഭയങ്കരല്ലോ. ആ പുതിയ ടീച്ചർ വന്നല്ലേ ശകുന്തള ശശി ശകുന്തളയും കൂടെ ഹരിശ്രീ അങ്ങ് രക്ഷിക്കുന്ന സുധാകരൻ സാറിന്റെ വിചാരം. പുതിയ ടീച്ചർ തകർക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ? എന്തരടേ പോയി തല വെക്കണോ? നേരാവണ്ണം പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? വേണം. ആ വാ. ക്ലാസ്സിൽ പോടാ. ടീച്ചർ എന്താണ് രണ്ടും ലേറ്റ് ആയേ? ടീച്ചർ അത് ശകലം താമസിച്ചു പോയി, അതാ ലേറ്റ് ആയത്. ആർക്കൊക്കെ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. പയ്യുടെ വില എന്ത് ആർക്കറിയാം? ടീച്ചർ ഈ ഷമീറിനറിയാം, ഓന്റെ പേരിൽ 4-5 ബൈക്കുകളുള്ളതാ. അതിന്റെ വില ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അതിപ്പോ പയ്യനെ കാണണം, കണ്ടുപോയിച്ചാ വില പറയാം. നല്ല കറവുള്ളതാണെങ്കിൽ നല്ല വില കിട്ടും. ടീച്ചർ വന്നൊന്ന് കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് വില പറഞ്ഞാൽ മതി. എന്തായാലും 50 ഉറുപ്പില്ല എന്റെ പാപ്പ പയ്യനും കിടാവനും കൊടുക്കൂല. സൈലൻസ്. മറ്റുള്ള ടീച്ചേഴ്സിനോട് കാണിക്കുന്ന വിളച്ചിൽ എന്റെ അടുത്തടുത്താണ്ടല്ലോ. വിവരം അറിയും രണ്ടും. മേലെ രണ്ടും ലേറ്റ് ആയിട്ട് വരുമോ ഇമ്മാതിരി വർത്തമാനം പറയാൻ ചെയ്താണ്ടല്ലോ അടിച്ച് പുറത്താക്കി കളയാൻ ഞാൻ. എണീക്കടാ, എണീക്ക. നീട്ടടാ കൈ, കൈ നീട്ടാൻ. വിടടാ, അടിന്ന് വിട. ഇരിക്കടാ, നീട്ടടാ കൈ. നിങ്ങളുടെ അറിവിലെ പയ്യല്ല, കണക്കിലെ പൈ. തന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നതായി ഗണിത ശാസ്ത്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥിര വിലയാണ് പൈ. വൃത്തത്തിന്റെ ചുറ്റളവും വിസ്തീർണവും കണക്കാക്കാനാണ് പൈ എന്ന അഭിന്നക സംഖ്യ ഉപയോഗിക്കുന്നത്. എന്റെ പ്രതീക്ഷ ടീച്ചർ കാത്തു. മിടുക്കും തന്റെ ഇടവുമുള്ള തന്നെ പോലെ ഒരാളെയാണ് ഞാൻ കാത്തിരുന്നത്. വെൽഡൺ ടീച്ചർ, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക് യു സാർ. സാറേ, പുത്തനച്ചി പുരപ്പുറം തൂക്കിട്ടോ. അറിഞ്ഞില്ലാന്ന് വേണ്ട.